ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ്. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. പെരി പെരി വിത്ത് റൈസാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് ഒക്കെ അയക്കണേ. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേ കാലുൾപ്പെടെയാണ് ചെറിയ പീസ്, നമ്മൾ സാധാ കറി വെക്കുന്ന പീസല്ലേ അതേ രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കാലൊക്കെ ഞാൻ ഇതേ രീതിയിൽ വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പെരി പെരി ചിക്കൻ വിത്ത് റൈസാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പെരി പെരി ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ കഴുകി ക്ലീനാക്കി വരഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിലേക്ക് ആദ്യം 1/2 സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് 1 മണിക്കൂറൊന്ന് മിക്സ് ചെയ്ത ശേഷം 1 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള ഉള്ളിയാണ് കേട്ടോ, മീഡിയം സൈസ്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ മിക്സിക്കകത്ത് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഇത്രയും വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തതാണ് കേട്ടോ, അതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചിയാണ്, അത് ഞാൻ മിക്സിക്കകത്ത് അരയാൻ വേണ്ടിയിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തതേ ഉള്ളൂ. ഇത്രയും ഇഞ്ചി എടുക്കണം, അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് കുറച്ച് മല്ലിയിലയാണ് കേട്ടോ, അത് ഇട്ട് കൊടുക്കാം. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാം. ഇതെല്ലാം വീട്ടിലുള്ള സാധനങ്ങളല്ലേ. ഇനി വേണ്ടത് മുളകാണ് കേട്ടോ, അത് ഞാൻ ഇട്ട് കൊടുത്തു. ഇനി 1 നാരങ്ങയുടെ നീര് അത് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇടുന്നത് 1 സ്പൂൺ കസ്തൂരി മെത്തി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറിഗാനോ ഇടാവുന്നതാണ്. എൻ്റെ ഒറിഗാനോ ഇല്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കസൂരി മെത്തി ഇട്ടത് കേട്ടോ. ഇനി ഒരു 1.5 സ്പൂൺ വിനീഗർ ഒഴിക്കുകയാണ്. ഇനി 1 സ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം. നെയ്യ് ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കിട്ടുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. പെരിപ്പെരിക്ക് നല്ല എരിവ് വേണം കേട്ടോ. കുട്ടികൾക്കൊക്കെ ആകുമ്പം കുറച്ച് എരിവ് ഇട്ട് കൊടുത്താൽ മതി നിങ്ങൾ. അപ്പം ഞാൻ ഒരു 3 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം നോക്കിക്കേ, ഞാൻ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ചിക്കൻ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കുരുമുളകും ഉപ്പും ചേർത്ത് വെച്ചിരുന്നതാണ്. നമുക്ക് അതിലേക്ക് ഈ അരപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. മിക്സ് ചെയ്യണം. ഞാൻ നോക്കിയേ, നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. എത്ര മണിക്കൂർ വെക്കാവോ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പം ഞാനൊരു 3 മണിക്കൂർ വെച്ചിട്ട് നമുക്കിത് പെരി പെരി ചിക്കൻ എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് വേണ്ടത്, ഞാൻ ഇവിടെ ഓവനകത്തും സാധാ സ്റ്റൗവിനകത്തും ഞാൻ 2 രീതിയിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഓവനുള്ളവർ ഓവനകത്ത് ഉണ്ടാക്കാം, അല്ലാതെ ഉള്ളവർ സ്റ്റൗവിനകത്ത് ഉണ്ടാക്കാം. അപ്പോൾ 2 രീതിയിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗവിനകത്ത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പം ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഗ്രില്ല് പോലത്തെ ഇത് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് മസാല വരട്ടി വെച്ചേക്കുന്ന ചിക്കൻ വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ ചിക്കൻ എല്ലാം വെച്ചിട്ടുണ്ട്, മസാല വരട്ടിയത്. ഇനി അടച്ചു വെക്കും. ഞാൻ അവിടെ ഒരു ചെറിയ ഹോൾ ഉണ്ടാണ്ട് ഇച്ചിരി പേപ്പർ വെച്ചിരിക്കുകയാണ് കേട്ടോ.
ഇനി ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് അപ്പം ഞാൻ വേവിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ വേവിച്ചെടുത്ത ശേഷം ഞാൻ പറഞ്ഞുതരാം എത്ര മിനിറ്റ് ഞാൻ എടുത്തെന്ന്. ഇനി ഞാൻ ഓവനകത്ത് വെക്കാൻ പോവാണ് കേട്ടോ. ഞാൻ ഈ പ്ലേറ്റിനകത്ത് എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഞാൻ പ്രീ ഹീറ്റ് ചെയ്തു. ഇനി നമുക്ക് ചിക്കൻ മസാല ഇനി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ അടച്ചു വെച്ചു. ഇനി ഞാനിവിടെ വെക്കാൻ പോകുന്നത് ബേക്കാണ് കേട്ടോ. ഇനി നമുക്ക് വെന്തോന്ന് നോക്കാം. അപ്പോൾ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇത് സ്റ്റൗവിൽ വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. വീണ്ടും നമുക്ക് തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ തേച്ച ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കണം. ഇനി നമുക്ക് ഇത് അടയ്ക്കാം. ചിക്കൻ പെരിപ്പരി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ പ്ലേറ്റിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ശരിയായില്ല. അപ്പം പിന്നെ ഞാൻ ഈ കമ്പിയിൽ വെച്ചിട്ടാണ് റെഡിയാക്കി എടുത്തത് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് സ്റ്റവിലുള്ളത് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇത് റെഡിയാകാൻ നോക്കാം. ഇതെനിക്ക് 1 മണിക്കൂർ എടുത്തിട്ടുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചെടുത്തത്. ഇപ്പോൾ നമ്മുടെ പെരിപ്പരി ചിക്കൻ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി റൈസ് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ, പെരിപ്പരിയുടെ. അപ്പോൾ ഞാനൊരു 2 സ്പൂണ് എണ്ണ ഒഴിച്ചു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 1 സ്പൂണ് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ട് കൊടുക്കാം. ഒരു ശകലം പെരിഞ്ചീരകം, 3 ബേ ലീഫ് കേട്ടോ. അപ്പം അത് മൂത്തിട്ടുണ്ട്. സവാള ഇട്ട് കൊടുക്കണം. ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്, നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് അത് ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വഴണ്ട് വരണം. ഉള്ളി മൂത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് പെരിപ്പരിയുടെ മസാലയാണ്. ഞാൻ അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അത് നമ്മൾ കളയേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ അതിട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്, ബസ്മതി റൈസ്. അതും കൂടി ഇട്ട് കൊടുക്കണം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഞാനിവിടെ ഒഴിക്കാൻ വന്നത് 3 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ്. ഇനി ഞാൻ 3 ഗ്ലാസ് വെള്ളം ഒഴിക്കാൻ പോവാണ്. അപ്പോൾ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം.
അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പുതിനയിലയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു. നമുക്കിത് അടച്ചു വെക്കാം. അപ്പം ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പെരി പെരി ചിക്കനും റൈസും റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ പെരി പെരി ചിക്കനും റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻസൊക്കെ അയക്കണേ. അപ്പോൾ ഇനി ഞാൻ ഇതിനൊക്കെ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബായ്.